ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 4 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. നോ വൈബ്രേഷൻ ഈസ് നെസസറി ഫോർ ഡാഷ് കോൺക്രീറ്റ്. വൈബ്രേഷൻ ആവശ്യമില്ലാത്ത കോൺക്രീറ്റിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചിട്ടുള്ളത്, സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, അതേപോലെ വാട്ടർ, അതുപോലുള്ള കൺവെൻഷണൽ മെറ്റീരിയൽസിൻ്റെ കൂടെ ഡിസ്ക്രീറ്റ് ഫൈബേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത കോൺക്രീറ്റിനെ എന്താ വിളിക്കുക എന്നാണ് ചോദ്യം. മൂന്നാമതെന്താണ്, ഇനി 2 ടൈപ്സ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്യാൻ. നാലാമത്തെ ചോദ്യം അഡ്മിക്സറിനെ കുറിച്ചിട്ടാണ്. ടു ഇൻക്രീസ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്മിക്സർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് എനി 2 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റുകളിൽ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേതാണ് റെഡി മിക്സ് കോൺക്രീറ്റ്. പേര് പോലെ തന്നെ മിക്സ് നമുക്ക് ആവശ്യമുള്ള സൈറ്റിലേക്ക് സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു സൈറ്റിൽ എന്ത് ചെയ്യും, കോൺക്രീറ്റ് മിക്സ് പ്ലാൻ ഉണ്ടാവും, അവിടെ മിക്സ് ചെയ്യും, കാസ്റ്റ് ചെയ്യും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനോ മിക്സ് ചെയ്യാനോ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺക്രീറ്റ് മിക്സ് പ്ലാന്റിൽ നിന്ന് മിക്സറുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, റോഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് റെഡി ടു പ്ലേസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, കോൺക്രീറ്റിൻ്റെ കൊണ്ടുവരും അല്ലേ. പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് വണ്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്സറിൽ വന്നിട്ട് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് pour ചെയ്യും. അത്തരം കോൺക്രീറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെഡി ടു മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുക. രണ്ടാമത്തേതാണത് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. പേര് പോലെ തന്നെ സാധാരണ കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, ഇവയുടെ കൂടെ എന്ത് ചെയ്യും, ഡിസ്ക്രീറ്റ് ഫൈബേഴ്സിനെ കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള കോൺക്രീറ്റുകളാണ് എന്ത് പറയാം, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയാം. എന്താ പറയുക, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താ ഉണ്ടാവുക ഇതിൽ, സാധാ കോൺക്രീറ്റിൻ്റെ കൂടെ ഫൈബേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഫൈബേഴ്സ് ആവാം, നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ടുള്ള കൊയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കയറിൻ്റെ ഫൈബർ ആവാം, അല്ലെങ്കിൽ കാർബൺ ഫൈബേഴ്സ് ആവാം, ഗ്ലാസ് ഫൈബേഴ്സ് ആവാം, പിന്നെ സ്റ്റീലിൻ്റെ ഫൈബേഴ്സ് ആവാം. ഈ സ്റ്റീലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനെയാണ് നമ്മൾ വിളിക്കുക ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. മൂന്നാമത്താണ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്. എന്താണ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാം, ഹൈ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഉള്ള കോൺക്രീറ്റുകളാണ് നമ്മളെന്ത് വിളിക്കുക, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക കേട്ടോ, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. ഇനി അടുത്തതാണ് നാലാമത്തത് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. എന്താ കോമ്പാക്റ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തിട്ട് വേറെ എക്യുപ്മെൻറ്റ്സ്, വൈബ്രേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, കോമ്പാക്റ്റ് ചെയ്യണം. അത്തരം വൈബ്രേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ വൈബ്രേഷൻ ആവശ്യമില്ലാതെ സ്വയം കോമ്പാക്റ്റ് ചെയ്യപ്പെടുന്ന കോൺക്രീറ്റുകളാണ് നമ്മൾ വിളിക്കുക, പേര് പോലെ തന്നെ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. നോ വൈബ്രേഷൻ റിക്വയർഡ് അല്ലേ, നോ വൈബ്രേഷൻ അല്ലെങ്കിൽ നോ കോമ്പാക്ഷൻ റിക്വയർഡ്. അത്തരം കോൺക്രീറ്റുകളാണ് സെൽഫ് കോമ്പാക്ഷൻ കോൺക്രീറ്റുകൾ എന്ന് പറയാം, സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. ഓക്കെ, അഞ്ചാമത്തേതാണ് എന്ത്, ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. പേര് പോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. സാധാരണ കോൺക്രീറ്റിൻ്റെ 2400 kg/m³ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ എത്ര ആയിരിക്കും, അറൗണ്ട് 1500 to 1800 kg/m³ ആയിരിക്കും എന്ത് ചെയ്യുക, വെയ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയും. അടുത്താണ് ജിയോ പോളിമർ കോൺക്രീറ്റ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ ബൈ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ് എന്ത്, ജിയോ പോളിമർ കോൺക്രീറ്റ്. ഇത്രയും സ്പെഷ്യൽ കോൺക്രീറ്റുകൾ പഠിച്ച് വെക്കുക, അറ്റ്ലീസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനെങ്കിലും പഠിച്ച് വെക്കുക. ആദ്യത്തെ റെഡി മിക്സ് കോൺക്രീറ്റ്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്, ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആൻഡ് ജിയോ പോളിമർ കോൺക്രീറ്റ്. അപ്പോൾ ഇനി ആൻസർ ചെയ്യാലോ. നോ വൈബ്രേഷൻ ഈസ് നെസസറി ഫോർ ഡാഷ് കോൺക്രീറ്റ് അല്ലേ, വൈബ്രേഷനോ കോമ്പാക്ഷനോ ആവശ്യമില്ലാത്ത ടൈപ്പ് കോൺക്രീറ്റുകൾക്കാണെന്ന് വിളിക്കുക, സെൽഫ് കോമ്പാക്ഷൻ കോൺക്രീറ്റ് എന്ന് വിളിക്കുക. അടുത്തതാണെന്ത്,
The concrete made with cement, fine aggregate, coarse aggregate and discontinuous discrete fibers. ഫൈബേഴ്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കോൺക്രീറ്റുകൾ എന്താ വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം വിത്ത് സിമെൻറ്റ് ആൻഡ് കൺവെൻഷണൽ ഇൻഗ്രീഡിയൻസ് എന്താ വിളിക്കുക? ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അതേപോലെ മറ്റ് സ്പെഷ്യൽ കോൺക്രീറ്റുകളൊക്കെ ചോദിക്കാം കേട്ടോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് എന്ത്? അഡ്മിക്സ്ചർ. Admixture which causes increase in rate of hydration of cement is called. അപ്പോൾ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ അഡ്മിക്സ്ചർ എന്നറിയണം അല്ലേ. സാധാരണ കോൺക്രീറ്റുകളിൽ, കൺവെൻഷണൽ കോൺക്രീറ്റിൽ സാധാരണ കോൺക്രീറ്റുകളിൽ എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആവശ്യമുള്ള സ്പെഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്, ഒരു സ്പെഷ്യൽ ആവശ്യം അതിൻ്റെ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാം, സ്പെഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ മെറ്റീരിയൽസിനെ ആഡ് ചെയ്ത് കൊടുക്കും. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ വിളിക്കുക അഡ്മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക അല്ലേ. ഒരു കോൺക്രീറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടി, കോൺക്രീറ്റിന് ഒരു ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യത്തിനനുസരിച്ചൊരു പ്രത്യേക പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ വിളിക്കുക, കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ വിളിക്കുക അഡ്മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. അഡ്മിക്സ്ചേഴ്സ് തന്നെ നമുക്ക് ആസ് പെർ സിലബസ് പഠിക്കാനുള്ളത് ആദ്യത്തെയാണ് ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചർ. എന്താണ് ആക്സിലറേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലേ, സ്പീഡപ്പ് ആക്കുക അല്ലേ. ആക്സിലറേറ്റർ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡപ്പ് ആക്കുക എന്നല്ല അർത്ഥം. കോൺക്രീറ്റിൻ്റെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ സിമെൻറ്റും വെള്ളവുമായിട്ടുള്ള റിയാക്ഷനാണ് ഹൈഡ്രേഷൻ എന്ന് പറയുക. ഹൈഡ്രേഷനെ സ്പീഡപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് സെറ്റിംഗ് ഇൻക്രീസ് അല്ലെങ്കിൽ സ്പീഡി സെറ്റിംഗ്, പെട്ടെന്ന് കോൺക്രീറ്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന അഡ്മിക്സ്ചേഴ്സാണ് ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയും. എന്താ വിളിക്കുക? ആക്സിലറേറ്റേഴ്സ് അല്ലേ, ആക്സിലറേറ്റേഴ്സ് എന്ന് പറയും. ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചർ എന്താണ് അർത്ഥം പറയുന്നത്? കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോൺക്രീറ്റിൻ്റെ റിയാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് നടക്കണം. ആ കോൺക്രീറ്റിൻ്റെ റിയാക്ഷനെ, ഹൈഡ്രേഷനെ സ്പീഡപ്പ് ചെയ്യുന്ന, ആക്സിലറേറ്റ് ചെയ്യുന്ന ടൈപ്പ് അഡ്മിക്സ്ചേഴ്സിനെയാണ് എന്ത് വിളിക്കുക? ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് റിട്ടാർഡിങ് അഡ്മിക്സ്ചേഴ്സ്. എന്താ റിട്ടാർഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? കോൺക്രീറ്റിൻ്റെ സെറ്റിങ്ങിനെ എന്ത് ചെയ്യുക? ഡിലേ ചെയ്യിക്കാൻ വേണ്ടി. മറ്റേ സ്പീഡപ്പ് ആക്കാനാണ്, ഡിലേ ചെയ്യിക്കാൻ വേണ്ടി ഡിലേ സെറ്റിംഗ് ഓഫ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി, സെറ്റിങ്ങിനെ ഡിലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്മിക്സ്ചറിനെയാണ് റിട്ടാർഡിങ് അഡ്മിക്സ്ചർ അല്ലെങ്കിൽ റിട്ടാർഡേഴ്സ് എന്ന് വിളിക്കും കേട്ടോ. റിട്ടാർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്സിലറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് കോൺക്രീറ്റിനെ സെറ്റാക്കാൻ വേണ്ടി. രണ്ടാമത് എന്താണ്? റിട്ടാർഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെറ്റിംഗ് ടൈം ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ചിലപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുറച്ചും കൂടി നേരം എന്ത് ചെയ്യണം, കോൺക്രീറ്റിനെ സെറ്റ് ആവാതെ നിർത്തേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിട്ടാർഡിങ് അഡ്മിക്സ്ചർ. റിട്ടാർഡിങ് അഡ്മിക്സ്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ റിട്ടാർഡറിൻ്റെ ഒരു എക്സാമ്പിളാണ് ഷുഗർ കേട്ടോ. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് പറഞ്ഞതാണ്. എക്സാമ്പിൾ പഠിക്കണമെന്നില്ല, തൽക്കാലം ഇത്രയെങ്കിലും പഠിക്കാം. അടുത്താണ് വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ. വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, കോൺക്രീറ്റിൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും അല്ലേ, ആസ് പെർ ഡഫ് അബ്രഹാംസ് ലോ ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ കോൺക്രീറ്റിൽ നമുക്കൊരു പരിധി വരെ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, വെള്ളം കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. വെള്ളം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇഫ് വാട്ടർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വർക്കബിലിറ്റി കുറയും അല്ലേ. വർക്കബിലിറ്റി കുറയാൻ കഴിഞ്ഞാൽ കോൺക്രീറ്റുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഈസിനെസ് കുറയും. പക്ഷേ നമുക്ക് ഈ കോൺക്രീറ്റിൻ്റെ വെള്ളം കുറക്കും വേണം, വർക്കബിലിറ്റി കൂട്ടും വേണം എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട് പ്ലാസ്റ്റിസൈസേഴ്സ്. എന്ത് ചെയ്യുക? കോൺക്രീറ്റിൽ വെള്ളത്തെ കുറച്ച് വാട്ടറിനെ കുറച്ചിട്ട് വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്മിക്സ്ചറാണ് എന്ത്? വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചർ. അടുത്തതാണ് എയർ എൻട്രെയിനിങ് അഡ്മിക്സ്ചർ. എന്താണ് എയർ എൻട്രെയിനിങ് അഡ്മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എയർ എൻട്രെയിൻ ചെയ്യാൻ,
കോൺക്രീറ്റിൽ എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റ് ഫ്രീസിങ് ആൻഡ് തോയിങ്. ഇപ്പോൾ ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ഉള്ള വെള്ളം കട്ട പിടിച്ച് ചിലപ്പം പിന്നെ ചൂടാവുമ്പോൾ അത് വികസിച്ച് പ്രശ്നങ്ങളുണ്ടാവാം. അതിനാണ് എന്ത് പറയുക, ഫ്രീസിങ് ആൻഡ് തോയിങ് എന്ന് പറയാം. ഈ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ എയർ ബബിൾസിനെ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എയർ ബബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ആണ് എന്ത്, എയർ എൻട്രെയിനിങ് അഡ്മിക്സർ എന്ന് പറയുന്നത്. തൽക്കാലം അത്ര പഠിച്ചു വെക്കുക. ഈ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സർ അല്ലെങ്കിൽ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്. ആ പേര് തന്നെ ഉണ്ട്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവുക, കോൺക്രീറ്റിൽ വെള്ളത്തിൻ്റെ അളവിനെ കുറച്ചിട്ട് വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടി, അല്ലേ, വർക്ക് ചെയ്യാൻ ഈസി, എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിന് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അഡ്മിക്സർ എന്നുള്ളത്, അല്ലേ. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ കെമിക്കൽസിനെയാണ് നമ്മൾ വിളിക്കുക, അഡ്മിക്സേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അഡ്മിക്സേഴ്സിനെ 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മിനറൽ അഡ്മിക്സർ ആൻഡ് കെമിക്കൽ അഡ്മിക്സർ. നമുക്ക് കെമിക്കൽ അഡ്മിക്സേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. കെമിക്കൽ അഡ്മിക്സേഴ്സാണ് ഞാൻ ഈ താഴെ പറഞ്ഞ ആക്സലറേറ്റേഴ്സ്, റിട്ടാർഡേഴ്സ്, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സ്, എയർ എൻട്രെയിനിങ് അഡ്മിക്സേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി പറഞ്ഞോളി, അഡ്മിക്സർ വിച്ച് കോസസ് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്. ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം റിയാക്ഷനെ സ്പീഡപ്പ് ആക്കുക, അല്ലേ. റിയാക്ഷനെ സ്പീഡപ്പ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും, സെറ്റിംഗ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഹാപ്പൻ ചെയ്യും. സെറ്റിംഗ് ടൈം വിൽ റെഡ്യൂസ്, അല്ലേ, പെട്ടെന്ന് സെറ്റ് ചെയ്യും. അതാണ് സെറ്റിംഗ് ടൈം വിൽ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ സഡൻലി സെറ്റാവും, പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്മിക്സർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ. ഇൻക്രീസ് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാൻ അർത്ഥം. റിയാക്ഷൻ്റെ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആക്സിലറേറ്ററാണ്. നിങ്ങളോട് ചോദിക്കുകയാണ് ആൻ അഡ്മിക്സർ വിച്ച് കോസസ് ഡിക്രീസ് ഇൻ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ചോദിക്കുകയാണെങ്കിൽ, ഡിക്രീസ് ഇൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ആവുക റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയുക, അതായത് സെറ്റിങ് സ്ലോ ആവുക. ഏത് അഡ്മിക്സറാണ് നമ്മൾ ഉപയോഗിക്കുക, ആക്സിലറേറ്ററിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിട്ടാർഡർ. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കാം. ഇനി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റിങ്വിഷ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റും ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫങ്ഷൻസ് ഓഫ് കെമിക്കൽ അഡ്മിക്സറുകളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ചു എന്താണെന്നുള്ളത്. ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ്, വീണ്ടും സ്പെഷ്യൽ കോൺക്രീറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റിൽ ഏതൊക്കെയാണെന്നുള്ളത് പാർട്ട് എയിലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇമ്പോർട്ടൻസ് ഓഫ് ജിയോ പോളിമർ കോൺക്രീറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ജിയോ പോളിമർ കോൺക്രീറ്റ് ഈസ് ആൾസോ എ സ്പെഷ്യൽ കോൺക്രീറ്റ്. എക്സ്പ്ലെയിൻ പ്രിക്കോഷൻസ് ടേക്കൺ ഇൻ മാസ് കോൺക്രീറ്റിങ്ങിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസോ, ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ് എന്താണ്, അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് എന്താണ്, ജിയോ പോളിമർ കോൺക്രീറ്റ് അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്. എക്സ്പ്ലെയിൻ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്, അല്ലേ, നേരത്തെ നമ്മൾ കണ്ടതാണ്. നോ വൈബ്രേഷൻ റിക്വയർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഏതാണ്, അതിൽ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫങ്ഷൻസ് ഓഫ് അഡ്മിക്സർ ഇൻ കോൺക്രീറ്റ്. അഡ്മിക്സർ ഏതാണ്, കെമിക്കൽ അഡ്മിക്സറും ഈ അഡ്മിക്സറും സെയിം തന്നെയാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് അഡ്മിക്സർ ഇൻ കോൺക്രീറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അല്ലേ, ആക്സിലറേറ്റർ, റിട്ടാർഡർ, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിസൈസേഴ്സ്, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സ്, എയർ എൻട്രെയിനിങ് അഡ്മിക്സേഴ്സ്, എക്സെട്ര. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, സ്പീഡ് അപ്പ് ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ഇൻ ഏർലി ഡേയ്സ്. സ്ട്രെങ്ത് പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ എന്ത് ചെയ്യുക, കോൺക്രീറ്റിനെ സഹായിക്കാൻ വേണ്ടി ആഡ് ചെയ്യാം. രണ്ടാമത് എന്താണ്, ടു കീപ് കോൺക്രീറ്റ് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി.
ഫോർ ലോങ്ങർ ടൈം, ഒരുപാട് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റിസൈസേഴ്സ് ആഡ് ചെയ്യും അല്ലേ, പ്ലാസ്റ്റിസൈസേഴ്സ് ആഡ് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് എന്ത്, എൻഹാൻസ് വർക്കബിലിറ്റി, കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി, ഈസിനെസ് ടു വർക്ക് കൂട്ടാൻ വേണ്ടി അതും പ്ലാസ്റ്റിസൈസറാണ്. ടു ഇംപ്രൂവ് പെനട്രേഷൻ ആൻഡ് പമ്പബിലിറ്റി ഓഫ് കോൺക്രീറ്റ്, ആൾസോ എന്ത് ചെയ്യുക, കോൺക്രീറ്റിനെ പമ്പ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, പമ്പ് ചെയ്യാനുള്ള രീതിയിലേക്ക് കോൺക്രീറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിക്സേഴ്സിന് യൂസ് ചെയ്യാം. അടുത്താണ് ടു റെഡ്യൂസ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ നമ്മൾ പറഞ്ഞാണ് എന്ത്, സെപ്പറേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് അല്ലേ, സെപ്പറേഷൻ ഓഫ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ്. ശരിയാണ്, എന്ത് ചെയ്യുക, സെഗ്രിഗേഷൻ എന്ന് പറയുക, അതായത് കോൺക്രീറ്റിലുള്ള കല്ലും അഗ്രിഗേറ്റൊക്കെ അഗ്രിഗേറ്റും സിമെൻറ്റ് പേസ്റ്റൊക്കെ വെവ്വേറായി നിൽക്കുക, അതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുക. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ടു ഇൻക്രീസ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, കരുത്ത് കൂട്ടാൻ വേണ്ടി. അടുത്ത ടു ഡിഗ്രീസ് കപ്പിലറി ഫ്ലോ ഓഫ് വാട്ടർ, കോൺക്രീറ്റിൻ്റെ ഉള്ളിലൂടെ വെള്ളത്തെ കടത്തി വിടാതിരിക്കാൻ വേണ്ടി. ഓക്കെ. ടു കൺട്രോൾ ആൽക്കലീസ് അഗ്രിഗേറ്റ് റിയാക്ഷൻ, വെള്ളത്തിലുള്ള ആൽക്കലി അതേപോലെ തന്നെ അഗ്രിഗേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതിന് ഒരു എക്സ്പാൻഷൻ റിയാക്ഷൻ ഉണ്ടാവും, അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ടു റെഡ്യൂസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, കോൺക്രീറ്റിൻ്റെ ഹൈഡ്രേഷൻ റിയാക്ഷൻ, കോൺക്രീറ്റും വെള്ളവുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രേഷൻ റിയാക്ഷനിൽ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി, ചൂട് കുറയ്ക്കാൻ വേണ്ടി. ടു എൻഹാൻസ് ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റും, ടു എൻഹാൻസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ, സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി. റെഡ്യൂസ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്, കോൺക്രീറ്റിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിക്സേഴ്സിനെ യൂസ് ചെയ്യാം. ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ്. സ്പെഷ്യൽ കോൺക്രീറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിലെ സാധാരണ കോൺക്രീറ്റുകളെ അപേക്ഷിച്ച് എന്ത് ചെയ്യുക, വെയിറ്റ് കുറവുള്ള കോൺക്രീറ്റിനെയാണ് ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് എന്താ, ഉള്ളിൽ എന്ത് ചെയ്യും, മൈന്യൂട്ടായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് മൈന്യൂട്ടായിട്ടുള്ള എയർ ബബിൾസിനെ എൻട്രെയിൻ ചെയ്യും. അത്തരം കോൺക്രീറ്റുകളെയാണ് എന്ത് വിളിക്കുക, എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. സാധാരണ രീതിയിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ള ഫ്രീസിങ് ആൻഡ് തോയിങ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുക. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, പേര് പോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ഹൈ ആയിരിക്കും, അതുകൊണ്ടാണ് അതിനെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, ഇതിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യും, സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഹൈ ആയിരിക്കും. അത്തരം കോൺക്രീറ്റുകളെ അതിനു വേണ്ടി ഡിസൈൻ ചെയ്യുന്ന കോൺക്രീറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. ഇതിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഹൈ ആയിരിക്കും. നേരത്തെ അതിൽ പറഞ്ഞത് എന്താണ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഏതെങ്കിലും ടൈപ്പ് ഫൈബേഴ്സിനെ എൻട്രെയിൻ ചെയ്തിട്ടുള്ള കോൺക്രീറ്റാണ്. അടുത്താണ് ജിയോ പോളിമർ കോൺക്രീറ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സാധാരണ സിമെൻറ്റിനെ റീപ്ലേസ് ചെയ്ത് ഒരു എക്കണോമിക്കലായിട്ട് അതേപോലെ തന്നെ എൻവയോൺമെൻറ്റലായിട്ടും ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ടൈപ്പ് കോൺക്രീറ്റാണ് ജിയോ പോളിമർ കോൺക്രീറ്റ്. 7 എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ, ഒരു മെയിൻ പോയിൻ്റാണ് എക്കോ ഫ്രണ്ട്ലി എന്നുള്ളത്. സ്റ്റീൽ ഫൈബർ കോൺക്രീറ്റ്, ഫൈബർ റീഇൻഫോഴ്സ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന ഫൈബർ സ്റ്റീലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, സ്റ്റീൽ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് വിളിക്കാം. സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വേരിയസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺക്രീറ്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഹൈ പെർഫോമൻസ് കോൺക്രീറ്റും ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം. ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷണൽ കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൺവെൻഷണൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോൺക്രീറ്റിൽ എന്ത് കിട്ടില്ല, സ്ട്രെങ്ത്തും ഹൈ ഡ്യൂറബിലിറ്റി ഒന്നും കിട്ടില്ല. അപ്പോൾ ഹൈ ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും കിട്ടാൻ വേണ്ടി പ്രൊപ്പോർഷൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ടൈപ്പ് കോൺക്രീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറയുക. എന്താണ് പറഞ്ഞത്, ഹൈ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കിട്ടാൻ വേണ്ടി കൺവെൻഷണൽ കോൺക്രീറ്റിനേക്കാൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് പ്രൊപ്പോർഷൻ ചെയ്യുന്ന
കോൺക്രീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് വിളിക്കുക. ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രത്യേകതകളാണ് താഴത്തെ എഴുതിയിട്ടുള്ളത്. ഹൈ അബറേഷൻ റെസിസ്റ്റൻസ് എന്നാണ്, തേയ്മാനം എന്ത് ചെയ്യും, നന്നായിട്ട് തേയ്മാനത്തെ പ്രതിരോധിക്കും. രണ്ടാമത്തേതാണ് തേയ്മാനം പ്രതിരോധിക്കുക എന്ന് കഴിഞ്ഞാൽ ഹൈ ഡ്യൂറബിലിറ്റി കിട്ടുമല്ലോ. ഡ്യൂറബിലിറ്റി എന്താണ്, ഇത് നിലനിൽക്കുന്നത് അല്ലേ, നിലനിൽക്കാനുള്ള കപ്പാസിറ്റി. ഗുഡ് കോമ്പാക്ഷൻ വിത്തൗട്ട് സെഗ്രിഗേഷൻ. സെപ്പറേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് കൂടാതെ തന്നെ നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതും ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിൻ്റെ പ്രത്യേകതയാണ്. ഈ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഇസ് എ കോൺക്രീറ്റ് വിച്ച് ഹാവ് ഹയർ സ്ട്രെങ്ത്, ഇതിന് ഹയർ സ്ട്രെങ്ത് ഉണ്ടാവും. ഓക്കെ, അതാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ പ്രത്യേകത. ഇനി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഈസ് ആൾവേസ് എ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്. ഒരു ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എപ്പോഴും ഒരു ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ആയിരിക്കും. പക്ഷേ എപ്പോഴും ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്താവില്ല, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആവില്ല എപ്പോഴും, അല്ലേ. ബട്ട് എപ്പോഴും എന്ന് പറയുന്നുണ്ട് കേട്ടോ, ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. അടുത്താണ് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജിയോ പോളിമർ കോൺക്രീറ്റ്. ജിയോ പോളിമർ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ജിയോ പോളിമർ കോൺക്രീറ്റ് എന്താണ്. ഇറ്റ് ഈസ് എൻ ഇന്നോവേറ്റീവ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് ആൻ ആൾട്ടർനേറ്റീവ് ടു പോർട്ട്ലാൻഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിന് പകരമായിട്ട് ഒരു ഇന്നോവേറ്റീവ് പുതിയ ഒരു കണ്ടെത്തലാണ് ജിയോ പോളിമർ കോൺക്രീറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്ത് യൂസ് ചെയ്യും, ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യും. ലൈക്ക് ഫ്ലൈ ആഷ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, യൂസ് ഓഫ് ജിയോ പോളിമർ കോൺക്രീറ്റ് റെഡ്യൂസ് ഡിമാൻഡ് ഓൺ പോർട്ട്ലാൻഡ് സിമെൻറ്റ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ഹൈ CO2 എമിഷൻ. നിങ്ങൾക്കറിയാം സിമെൻറ്റിൻ്റെ കമ്പഷൻ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ എന്ത് ചെയ്യാണ്, ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ജിയോ പോളിമർ കോൺക്രീറ്റ് പോലെയുള്ള ആൾട്ടർനേറ്റീവ് സോഴ്സുകൾ ഉപയോഗിക്കുന്നത് വഴി എന്ത് ചെയ്യും, എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് എൻ എക്കോ ഫ്രണ്ട്ലി കോൺക്രീറ്റ് എന്ന് വിളിക്കാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ജിയോ പോളിമർ കോൺക്രീറ്റ് എന്താണ്, ഗെയിൻസ് കംപ്രസീവ് സ്ട്രെങ്ത് റാപ്പിഡ്ലി, പെട്ടെന്ന് എന്ത് ചെയ്യും, കംപ്രസീവ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. രണ്ടാമത്തെ പോയിൻ്റാണ് ഇറ്റ് ഹാസ് ലെസ്സർ ഡ്രൈയിങ് ശ്രിങ്കേജ് ആൻഡ് പ്രൊഡ്യൂസസ് ലോവർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. OPC അപേക്ഷിച്ചിടത്തോളം സിമെൻറ്റും വെള്ളവുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ജിയോ പോളിമർ കോൺക്രീറ്റിൽ വളരെ കുറവായിരിക്കും. അടുത്താണ് ലെസ്സർ ഡ്രൈയിങ് ശ്രിങ്കേജ്. ഡ്രൈയിങ് ശ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യുമ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ഹാർഡൻ ആകുമ്പോൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ഡ്രൈ ആവും. ഡ്രൈ ആകുമ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടൻസ് പുറത്തേക്ക് പോയിട്ടാണ് ഇത് ഡ്രൈ ആവുക. അപ്പോൾ ഉണ്ടാകുന്ന ശ്രിങ്കേജ്, ചുരുങ്ങിയിട്ടുണ്ടാകുന്ന ക്രാക്കുകളൊക്കെ ആയിരിക്കും ജിയോ പോളിമർ കോൺക്രീറ്റിൽ ഭയങ്കര മിനിമം ആയിരിക്കും. അടുത്താണ് ഇറ്റ് ഹാസ് ബെറ്റർ ഫയർ റെസിസ്റ്റൻസ്. അല്ലേ, തീനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഇറ്റ് ഹാസ് ലെസർ ക്ലോറൈഡ് പെർമിബിലിറ്റി. ക്ലോറൈഡിനെ കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ജിയോ പോളിമർ കോൺക്രീറ്റിനുണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് വെരി ഹൈ ആസിഡ് റെസിസ്റ്റൻസ്. ഇതിന് ആസിഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജിയോ പോളിമർ കോൺക്രീറ്റ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ആൾസോ എ പോയിൻ്റ് ഉണ്ട്, ദ കോൺക്രീറ്റ് ജിയോ പോളിമർ കോൺക്രീറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലൈ ആഷ് ആൻഡ് ആൽക്കലൈൻ സൊല്യൂഷൻ. അല്ലേ, ഫ്ലൈ ആഷ് എന്താണ്, ഇൻഡസ്ട്രിയൽ ബൈ പ്രോഡക്റ്റാണ്. ബൈ പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് പ്രോഡക്റ്റാണ്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നാമത് ആ വേസ്റ്റ് പ്രോഡക്റ്റിനെ യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ OPCനെ റീപ്ലേസ് ചെയ്തിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാനും പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്, റാപ്പിഡ് സ്ട്രെങ്ത് ഗെയിൻ ആണ്, ലേറ്റർ കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്, ആസിഡ് റെസിസ്റ്റൻസ്, ആസിഡിനെ റെസിസ്റ്റ് ചെയ്യും, ക്ലോറിൻ പെർമിബിലിറ്റിനെ റെസിസ്റ്റ് ചെയ്യും. ഇത്രയും പോയിൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഇതിനൊരു 6-7 പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തതാണ് ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് പേര് പോലെ തന്നെ സ്വയം കോമ്പാക്റ്റ് ചെയ്യപ്പെടുന്ന കോൺക്രീറ്റ് അല്ലേ. എന്താണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ, ഈസ് ഹൈലി ഫ്ലോബിൾ ആൻഡ് സെൽഫ് ലെവലിംഗ് കോഹസീവ് കോൺക്രീറ്റ് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ ആൻഡ് അറൗണ്ട് ദ ഡെൻസ് റീഇൻഫോഴ്സ്മെൻറ്റ് അണ്ടർ ഇറ്റ്സ് ഓൺ വെയ്റ്റ്. അതായത് അതിൻ്റെ സ്വയം വെയ്റ്റ് കാരണം തന്നെ എന്ത് ചെയ്യും, അത് റീഇൻഫോഴ്സ്മെൻറ്റ്
കമ്പികൾക്കിടയിലൂടെ ഇറങ്ങിച്ചെന്ന് സ്വയം കോമ്പാക്റ്റ് ചെയ്യും. അതിലൊരു എക്സ്റ്റേണൽ വൈബ്രേഷൻ്റെയോ കോമ്പാക്ഷൻ്റെയോ ആവശ്യമില്ല, അല്ലേ? ഇറ്റ് ഈസ് ഹൈലി ഫ്ലോവബിൾ ആയിരിക്കും, നന്നായിട്ട് ഒഴുകി പോകുന്ന ഹൈലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയാണ് ആ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അഡീക്വേറ്റ്ലി ഫിൽ ദ വോയിഡ്സ് വിത്തൗട്ട് സെഗ്രിഗേഷൻ ഓർ ബ്ലീഡിങ്. സെഗ്രിഗേഷൻ, ബ്ലീഡിങ് പോലുള്ള സെപ്പറേഷൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഒഴിവായിട്ടുള്ള സ്ഥലങ്ങളിൽ വോയിഡ്സുകൾ എന്ത് ചെയ്യും? സ്വയം ഫില്ല് ചെയ്യും. മൂന്നാമതാണ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ കോമ്പാക്ഷൻ ത്രൂ വൈബ്രേറ്റേഴ്സ് വൈൽ പ്ലേസിങ്, അല്ലേ? പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്ററിൻ്റെയോ കോമ്പാക്ഷൻ്റെയോ ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അടുത്താണ് യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വെർ വൈബ്രേഷൻ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് റീഇൻഫോഴ്സിങ് സ്റ്റീൽ ഈസ് ഹൈലി കൺജസ്റ്റഡ്. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു ബീം അല്ലെങ്കിൽ ഫൂട്ടിങ് കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റീഇൻഫോഴ്സിങ് കമ്പികളൊക്കെ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺക്രീറ്റ് വൈബ്രേറ്റേഴ്സ് അതിലേക്ക് ഇറക്കി വെക്കാനൊന്നും പറ്റില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുക? ഈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിൻ്റെ ഉപയോഗം മനസ്സിലാവാൻ പറ്റുക. ഓക്കെ, അടുത്തത് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിങ് the fine material like fly ash, limestone, filler, etc. and by the use of suitable admixtures. ഇനി ഈ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക? അതിൽ ഫൈനായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ലൈക്ക് ഫ്ലൈ ആഷ്, നേരത്തെ പറഞ്ഞ പോലുള്ള ഇൻഡസ്ട്രിയൽ ബൈ പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ ലൈംസ്റ്റോൺ ഫില്ലർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? എലോങ് വിത്ത് അഡ്മിക്സ്ചർ ആണ് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിനെ പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ റിസൾട്ട്സ് ഇൻ റാപ്പിഡ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. മറ്റ് കോൺക്രീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് എന്തായിരിക്കും? വാട്ടർ സിമെൻറ്റ് റേഷ്യോ വളരെ ലോ ആയിരിക്കും. അതേപോലെ തന്നെ അത് കാരണം ഇതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും, സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ആൾസോ ഇൻ കേസ് ഓഫ് ഡ്യൂറബിലിറ്റി ഇറ്റ് വിൽ ബി വെരി ഹൈ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊഡ്യൂസസ് ഗുഡ് സർഫേസ് ഫിനിഷ് പെർട്ടിക്കുലർലി ഫോർ സ്ലാബ്സ്. നല്ല സർഫേസ് ഫിനിഷ് ഉണ്ടാവും. അടുത്ത പോയിന്റ് റെഡ്യൂസസ് നോയ്സ് വൈബ്രേഷൻ. നമ്മൾ എക്സ്റ്റേണൽ വൈബ്രേഷനോ കോമ്പാക്ഷനോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. നോയ്സ് വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ നോയ്സ് പുറത്തേക്ക് വരില്ല. അതെന്ത് ചെയ്യും? ജോലിക്കാർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് റിക്വയർ മോർ മിക്സിംഗ് ടൈം ആൻഡ് സ്ലോവർ കാസ്റ്റിംഗ് റേറ്റ്. ഇത് മിക്സ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതേപോലെ തന്നെ കാസ്റ്റ് ചെയ്യാൻ, ഈ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യൽ ഭയങ്കര സ്ലോ പ്രോസസ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ച് നോക്കുക, കൂടുതൽ പറയേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് എക്സ്പ്ലെയിൻ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ മാസ് കോൺക്രീറ്റിംഗ്. മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു മാസ്സായിട്ടുള്ള സ്ട്രക്ചർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട് നമുക്ക് എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ മാസ് കോൺക്രീറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഡാം സ്ട്രക്ചർ, അല്ലേ? വലിയൊരു ഡാം, അതേപോലെ തന്നെ അല്ലെങ്കിൽ ബ്രിഡ്ജസിൻ്റെ ഫൗണ്ടേഷൻസ് ഒക്കെ എന്ത് ചെയ്യാണ്? കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുക. അത്തരം കോൺക്രീറ്റിങ്ങൾ കാണുന്നത് പറയാം മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറയാം. ഇങ്ങനെ മാസ് കോൺക്രീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കോൺക്രീറ്റ് ഇത്രയും വലിയ അളവിൽ കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ ഇവിടെ ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവുക, അല്ലേ? സിമെൻറ്റും വെള്ളവും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവും. ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ സംഭവിക്കും. ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർഫസിലുള്ള കോൺക്രീറ്റിൻ്റെ ഉള്ളിലുള്ള വെള്ളം എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്, അല്ലേ? കോൺക്രീറ്റിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇവാപ്പറേറ്റ് ചെയ്ത് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള കോൺക്രീറ്റ് ചുരുങ്ങിയിട്ട് അവിടെ എന്ത് ചെയ്യും? ക്രാക്കുകൾ, വിള്ളൽ ഉണ്ടാവും, ശ്രിങ്കേജ് ക്രാക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ എക്സ്പാൻഷൻ ഉണ്ടാവും, കോൺട്രാക്ഷൻ ഉണ്ടാവും ഈ ചൂട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെയുള്ള ശ്രിങ്കേജ് ക്രാക്ക്, ഈ പ്രോബ്ലംസിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ പ്രിക്വേഷൻസ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് എന്താണ് പോയിന്റ് പറയുന്നത്? ശ്രിങ്കേജ് ക്രാക്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഞാൻ പറഞ്ഞ ഈ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം ഉണ്ടാകുന്ന ക്രാക്സ്, അതാണ് ശ്രിങ്കേജ് ക്രാക്സ് എന്ന് പറയുന്നത്. ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് ലോ ഹീറ്റ് സിമെൻറ്റ്സ് ആൻഡ് ബൈ കണ്ടിന്യൂസ് പ്രോപ്പർ ക്യൂറിങ് ഓഫ് കോൺക്രീറ്റ്. ഇത്തരം ശ്രിങ്കേജ് ക്രാക്കുകളെ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യുക? ലോ ഹീറ്റ് സിമെൻറ്റ്, അല്ലേ? അലുമിന കണ്ടൻറ്റ് അല്ലെങ്കിൽ C3S C2S C3A
C3S C3Aയും ട്രൈക്കാൽഷ്യം സിലിക്കേറ്റും ട്രൈക്കാൽഷ്യം അലുമിനിയറ്റും കുറവുള്ള ലോ ഹീറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കൊടുത്തുകൊണ്ടും ക്യൂറിങ് കൊടുത്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിൻ്റ് എന്താണ്? സർക്കുലേഷൻ ഓഫ് കോൾഡ് വാട്ടർ ത്രൂ പൈപ്സ് ബറൈഡ് ഇൻ ദ കോൺക്രീറ്റ് മാസ്. ഈ കോൺക്രീറ്റ് മാസിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, ചെറിയ പൈപ്പുകൾ എന്ത് ചെയ്യുക, ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് ഈ പൈപ്പിനുള്ളിലൂടെ എന്ത് ചെയ്യുക, തണുത്ത വെള്ളത്തെ കടത്തി വിടുക. അപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തണുപ്പിക്കാൻ പറ്റും. അതുവഴി ഈ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിൻ്റാണ് പെർഫോമിങ് കോൺക്രീറ്റ് ഇൻ വിൻ്റർ സീസൺ. നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസ് കോൺക്രീറ്റിങ് എന്ത് ചെയ്യുക, ഒരു വിൻ്റർ സീസണിൽ തണുപ്പുള്ള സമയത്ത് ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നുണ്ടാകുന്ന ചൂട് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാൻ പറ്റും. അടുത്താണ് പ്രീ കൂളിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് അല്ലേ. ഇപ്പോൾ കോൺക്രീറ്റിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് തണുപ്പിക്കുക. അതിനാണ് പ്രീ കൂളിംഗ് എന്ന് പറയാം. മെറ്റീരിയൽ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നൊക്കെ എന്ത് ചെയ്യുക, ഈ മെറ്റീരിയൽസ് നന്നായിട്ട് തണുപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ കോൺക്രീറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് മാസ് കോൺക്രീറ്റിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എടുക്കുന്ന പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിൽ അല്ലേ, തണുപ്പുള്ള സ്ഥലത്തുള്ള കോൺക്രീറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ ഇൻ കോൾഡ് വെതർ കോൺക്രീറ്റിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതിയാവും. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ്, സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ്, ഫോയിൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ഒക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഓൺ ദ സെക്യൂർഡ് സർഫസ് ലൈക്ക് വുഡൻ പ്ലാറ്റ്ഫോംസ് ഓർ പ്രോപ്പർലി കവേർഡ് വിത്ത് ടോപ്പ് പോയിൻറ്റ്സ് അല്ലേ. തണുപ്പുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് എന്ത് ചെയ്യണം, അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. കാരണം അല്ലെങ്കിൽ തണുപ്പ് തട്ടി അതിനെ മെറ്റീരിയൽസിന് എന്ത് ചെയ്യാം, കേടുപാടുകളോ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യതകളോ മോയ്സ്ചർ കണ്ടൻറ്റ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സ്റ്റോർ ചെയ്യുക. രണ്ടാമതാണ് പ്രൊപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ്. അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് ഈസ് മേ ബി യൂസ്ഡ് ടു ഇൻക്രീസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലേ. ഇപ്പോൾ തണുത്തുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ മാസ് കോൺക്രീറ്റിങ്ങിൽ പറഞ്ഞ പോലെ അതിന് നേരെ വിപരീതമായൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്ത് ചെയ്യും, തണുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൂടാണ് വേണ്ടത് അല്ലേ. കോൺക്രീറ്റിൽ ചൂട് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സിമെൻറ്റ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ചൂടും സിമെൻറ്റും വെള്ളവും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അതുവഴി കോൾഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാം. മൂന്നാമതാണ് ടെമ്പറേച്ചർ കൺട്രോൾ ഓഫ് ഇൻഗ്രീഡിയൻസ്. നേരത്തെ നമ്മൾ മാസ് കോൺക്രീറ്റിങ്ങിൽ പറഞ്ഞു ചൂട് ആണ് അവിടെ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പ്രീ കൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചെന്ത് ചെയ്യാം, നമുക്ക് കോൺക്രീറ്റിൽ മിക്സ് ചെയ്യാനുള്ള അഗ്രിഗേറ്റ്സും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രീ ഹീറ്റ് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ ചൂടാക്കി വെക്കാം. കോൺക്രീറ്റ് ക്യാൻ ബി റൈസ്ഡ് ബൈ ഹീറ്റിംഗ് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് മിക്സ്. അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റൊക്കെ എന്ത് ചെയ്യുക, ഫൈൻ അഗ്രിഗേറ്റൊക്കെ നേരത്തെ തന്നെ ചൂടാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അപ്പോൾ എന്ത് ഒരു പരിധി വരെ തണുപ്പിൻ്റെ പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഇൻസുലേറ്റിംഗ് ഫ്രെയിം വർക്ക്, യൂസ് ഓഫ് ഇൻസുലേറ്റിംഗ് ഫ്രെയിം വർക്ക്. അതായത് ഫ്രെയിം വർക്കല്ല, ഫോം വർക്ക്. ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് തട്ടടിക്കുമല്ലോ, ഷട്ടറിങ് ചെയ്യുമല്ലോ, അത് ഇൻസുലേറ്റിംഗ് ആവണം. കാരണം അതിൻ്റെ ഉള്ളിലൂടെ ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ, കോൺക്രീറ്റിൻ്റെ ഉള്ളിലുള്ള ചൂട് പുറത്ത് വിടാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് ബ്ലാങ്കറ്റ്സ്, ടാർപോളിൻസ്, പ്ലാസ്റ്റിക് ഷീറ്റ്സ്, ടിമ്പർ എക്സെട്ര എക്സെട്ര. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്, പ്ലേസ്മെൻറ്റ് ആൻഡ് ക്യൂറിങ്. ദ സർഫസ് ഓൺ വിച്ച് കോൺക്രീറ്റ് ടു ബി പ്ലേസ്ഡ് ഷുഡ് ബി സഫിഷ്യൻറ്റ് വാം അല്ലെ. കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം നന്നായിട്ട് ചൂടുള്ള സ്ഥലമായിരിക്കണം. വാട്ടർ ക്യൂറിങ് ഈസ് നോട്ട് യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്സ് ഓഫ് ഫ്രീസിങ് ആൻഡ് നിയർ ഫ്രീസിങ് കണ്ടീഷൻ. വാട്ടർ ക്യൂറിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ക്യൂറിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫ്രീസിങ് കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, മേ ചൂസ് മെംബ്രെയിൻ ക്യൂറിങ്ങോ അല്ലെങ്കിൽ സ്റ്റീം ക്യൂറിങ്ങോ ഒക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അടുത്തതാണ് എന്ത്, റിമൂവൽ ഓഫ് ഫോം വർക്ക്. At the rate of gain of strength is slow during the cold weather, the formwork and props have to be kept placed for longer time than the normal concreting. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റിങ്ങിന് എന്ത് ചെയ്യണം, കോൺക്രീറ്റിന് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതിനാൽ തന്നെ ഈ കോൺക്രീറ്റിന് കൊടുക്കുന്ന കുത്ത് അതേപോലെ തന്നെ ഫോം വർക്കൊക്കെ എന്ത് ചെയ്യും,
ഒരുപാട് സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാണ് ആ പോയിൻ്റ് പറഞ്ഞത്. അതും ഒരു പ്രിക്വേഷനാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങിൽ. നമ്മൾ കോൾഡ് വെതർ കോൺക്രീറ്റിംഗ് എന്താണോ പറഞ്ഞത് നേരെ തിരിച്ചാണ് ഹോട്ട് വെതർ കോൺക്രീറ്റിംഗിൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നോക്കാം. കോൺക്രീറ്റിംഗ് ഡൺ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എബോവ് 40 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള സ്ഥലങ്ങൾ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് വിളിക്കുക? ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ് എന്ന് വിളിക്കുക. പ്രോബ്ലംസ് ഇൻ ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ് എന്തൊക്കെ ഉണ്ടാവുക? ഹോട്ട് വെതർ കോൺക്രീറ്റിംഗിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്നാമത് റിഡക്ഷൻ ഇൻ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കുറയും, കാരണം ചൂട് കൂടുതലാണ്. റിഡക്ഷൻ ഇൻ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. രണ്ടാമത് ആക്സിലറേറ്റഡ് സെറ്റിംഗ്. പെട്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കോൾഡ് വെതർ കോൺക്രീറ്റിൽ സെറ്റ് ആവാനും ഹാർഡൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഇവിടെ എന്ത് ചെയ്യും? ഹോട്ട് വെതർ കോൺക്രീറ്റിൽ പെട്ടെന്ന് സെറ്റ് ആവും, കോസിങ് റിഡക്ഷൻ ഇൻ ഹാർഡനിങ് ടൈം. ഓക്കെ, പെട്ടെന്ന് ഹാർഡനും ചെയ്യും. മൂന്നാമതാണ് റാപ്പിഡ് എവാപ്പറേഷൻ ഡ്യൂറിങ് ക്യൂറിങ് എഫക്റ്റിംഗ് ഹൈഡ്രേഷൻ ആൻഡ് സ്ട്രെങ്ത്. കൂടുതൽ ചൂട് കാരണം കോൺക്രീറ്റിനുള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പോകും. അതുവഴി ഹൈഡ്രേഷന് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കിട്ടാതെ വരും. അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവസാനത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇൻക്രീസ്ഡ് ടെൻഡൻസി ടു ക്രാക്ക് ഡ്യൂ ടു റാപ്പിഡ് എവാപ്പറേഷൻ. ഇവാപ്പറേഷൻ കൂടുന്നത് കാരണം എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ഉള്ള വെള്ളം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് ചുരുങ്ങിയിട്ട് എന്ത് ചെയ്യും? മൈന്യൂട്ട് ക്രാക്കുകൾ ഉണ്ടാവാൻ സാധ്യത. അതിനെയാണ് എന്ത് പറയുക? ശ്രിങ്കേജ് ക്രാക്ക് എന്ന് പറയാം. അപ്പോൾ ആ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങിൽ ഉണ്ടാവുന്ന പ്രിക്വേഷൻസിനെ കുറിച്ച് ചോദിക്കുകയാണ്. പ്രിക്വേഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ചോദിക്കുകയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിൽ പഠിച്ചത് നേരത്തെ തിരിച്ച് തരിയാൽ മതി. അവിടെ പ്രീ ഹീറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ മാസ് കോൺക്രീറ്റിങ്ങിൽ ചെയ്ത പോലെ തന്നെ പ്രീ കൂളിംഗ് ചെയ്യുക. ആദ്യം തന്നെ കൂൾ ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ ചൂട് കുറയ്ക്കാൻ എന്തൊക്കെയാണ് പറ്റും? വാട്ടർ ക്യൂറിങ് അഡീഷണലായിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ അഡ്മിക്സേഴ്സ് ആഡ് ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതെന്ത് ചെയ്യുക? പ്രിക്വേഷൻസിൽ എഴുതാൻ വേണ്ടി തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിക്വേഷൻസ് ഓഫ് ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ് അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രപ്പോർഷനിങ്ങിൽ അണുപാതം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെറ്റീരിയലിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലോ ഹീറ്റ് സിമെൻറ്റ്സ് യൂസ് ചെയ്യുക അല്ലേ? ലോ ഹീറ്റ് സിമെൻറ്റ്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. മാസ് കോൺക്രീറ്റിങ്ങിലും നമ്മൾ യൂസ് ചെയ്തു ലോ ഹീറ്റ് സിമെൻറ്റ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിസൈസേഴ്സ് ആൻഡ് റിട്ടാർഡേഴ്സ് ബി യൂസ്ഡ്, ആക്സിലറേറ്റേഴ്സ് മസ്റ്റ് നോട്ട് ബി യൂസ്ഡ്. അതായത് ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും അല്ലേ? അപ്പോൾ പെട്ടെന്ന് സെറ്റാവാതിരിക്കാൻ വേണ്ടി റിട്ടാർഡേഴ്സിനെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വെള്ളം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വർക്കബിലിറ്റിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിസൈസേഴ്സിനെയും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ആക്സിലറേറ്റർ എന്ത് ചെയ്യാൻ പാടില്ല? ഓൾറെഡി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഓൾറെഡി വെള്ളം കുറവായത് കൊണ്ടും ഹീറ്റ് കൂടുതലായതുകൊണ്ടും ചൂട് കൂടുതലായതുകൊണ്ടും കോൺക്രീറ്റ് ഓൾറെഡി പെട്ടെന്ന് സെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആക്സിലറേറ്ററും കൂടി കൂടിക്കഴിഞ്ഞാൽ കണ്ടീഷൻ വളരെ വേഴ്സാവും. അടുത്ത പോയിൻ്റാണ് പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി. ടൈം ബിറ്റ്വീൻ മിക്സിംഗ് ആൻഡ് ഡെലിവറി മസ്റ്റ് ബി കെപ്റ്റ് മിനിമം. കാരണം എന്താണ്? മിക്സിങ്ങിനും കോൺക്രീറ്റ് പ്ലേസിങ്ങിനും ഇടയിൽ സമയം കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ? ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺക്രീറ്റ് സെറ്റാവും അല്ലേ? അപ്പോൾ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ സെറ്റിങ് സംഭവിക്കും. അപ്പോൾ വലിയ ഭീമമായ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്. വെള്ളത്തിൻ്റെ അടിയിൽ കോൺക്രീറ്റ് എന്താണ് സംഭവം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്? എന്താണ്? പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റ് അണ്ടർ വാട്ടർ, സ്പെഷ്യൽ പ്രിക്വേഷൻസ് ഷുഡ് ബി സെലക്റ്റഡ് അല്ലേ? വെള്ളത്തിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇനി സ്ലം വാല്യൂ എന്ന് പറയുന്നത് 15 to 18 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ മെത്തേഡ്സ്, രണ്ടാമതാണ് അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൻ്റെ മെത്തേഡ്സ്. ട്രീമി മെത്തേഡ്, പൈപ്പ് ഇറക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ജസ്റ്റ് ഫിഗർ നോക്കിയാൽ മതി. ബക്കറ്റ് പ്ലേസിംഗ് മെത്തേഡ്, പ്ലേസിംഗ് ഇൻ ബാഗ്സ്, അതേപോലെ തന്നെ പ്രീ പാക്ക്ഡ് കോൺക്രീറ്റ് ആൻഡ്
പ്ലേസിംഗ് ഇൻ ഡീവാട്ടേഡ് കേസിയൻസ്. ഇത്രയാണ് മെത്തേഡ്സ്, അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൻ്റെ മെത്തേഡ്സ്. ഇനി റിക്വയർമെൻറ്റ്സ് എന്താണ്? അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൽ വർക്കബിലിറ്റി ആൻഡ് സെൽഫ് കോമ്പാക്ഷൻ, ലോ ഹീറ്റ് ആൻഡ് ഓഫ് ഹൈഡ്രേഷൻ, കൺട്രോൾഡ് സെറ്റിംഗ് ടൈം ആൻഡ് compressive strength ആൻഡ് adequate bond strength. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 4 നിന്ന് ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.